ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഒരു 3 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ 3 ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പോകാൻ നിൽക്കുന്നത്, ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഓരോരുത്തർ ഓരോ വണ്ടിയിലായിരുന്നു. കുറേ പേരായത് കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മളൊരു എന്താ പറയുക, ഒരു റാലിയൊക്കെ പോകുന്ന പോലെ കുറേ പേരിങ്ങനെ കുറേ വണ്ടിയിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടോ, നമ്മുടെ ചെറുക്കപ്പടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മെഹന്തി നൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ തന്നെ തോന്നുന്നു ഏകദേശം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ ആയിരുന്നു, കാരണം അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി വേണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നമ്മുടെ കാക്ക പറഞ്ഞത് കാരണം നമ്മൾ എൻട്രി എല്ലാവരും പോകുന്നൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നബിദിനിപ്പോൾ കഴിഞ്ഞതുള്ളൂ. ഇതാ കല്യാണ വീട്ടിലിപ്പോൾ എന്താ പറയുക, ദഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോകാൻ നേരമായപ്പോഴേക്കിനാണ് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയത്. ഇവിടെ നമ്മുടെ കുട്ടി വീഡിയോഗ്രാഫേഴ്സൊക്കെ ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥിരം ഒരു കാര്യത്തിന് പോയി. എന്താണ് സ്ഥിരം കാര്യം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഞങ്ങൾക്കൊരു ചായ കുടി പതിവാണ്. അത് നമ്മൾ യൂട്യൂബിലൊന്നും അങ്ങനെ ഇടാറില്ല, നമ്മൾ ഇൻസ്റ്റാ പേജിലാണ് കേട്ടോ കൂടുതലായിട്ടും ചായ കുടിയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇവരൊക്കെ പോയി കഴിഞ്ഞാലേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ ഉള്ളിൽ. കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ എൻജോയ് ചെയ്ത മൊമെൻ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ കുറച്ച് മുട്ടിപ്പാട്ടും തട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. 12 മണിക്ക് ഞങ്ങൾ നൊട്ടമല വെച്ചിട്ട് ഞങ്ങളുടെ ഒരു എന്താ പറയുക, കോൽക്കാട്ടിൽ ഫാമിലിയുടെ ഒരു മുട്ടിപ്പാട്ടും തട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.